തിരുമേനി, മൂത്ത മകൻ എന്റെ ഭർത്താവാണ് തിരുമേനി. അയാൾക്ക് ചക്രകസേരയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. പിന്നെ ആര് കർമ്മം ചെയ്യും? എന്റെ അനുജൻ. മൂത്തവനായിട്ട് ജനിച്ചെങ്കിലും എല്ലാം നോക്കി നടത്തുന്നത് എന്റെ അനുജനാ. മോനെ അജയ, അത് വേണ്ടടാ. അച്ഛന്റെ ആശയങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്നത് എന്റെ അനുജനാ. അയ്യോ, എല്ലാം അവന്റെ കൈകൊണ്ട് നടന്നാലേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടും. അജയ് വേണ്ടെന്ന് പറയടാ. നിന്റെ അനിയനെ കൊല്ലാൻ അവരുടെ പ്ലാൻ. അജയ, നിന്റെ ഭാര്യ അവരോടൊപ്പം ചേർന്ന് നിന്റെ അനിയനെ കൊല്ലാൻ പോവാടാ. വേണ്ടെന്ന് പറയടാ. എടാ വേണ്ടെന്ന് പറ. അജയൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ദേവൻ തന്നെ അതെല്ലാം ചെയ്യുന്നതാണ് ശരി. അമ്മേ വേണ്ടമ്മേ, ഇവിടെ നടക്കുന്ന ഒന്നും അമ്മയ്ക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാ. എന്നാൽ വസ്ത്രം മാറി വന്നോളൂ. വേണ്ട തിരുമേനി. ആയിക്കോട്ടെ തിരുമേനി. മോനെ ദേവ വേണ്ട. നാളെ അച്ഛനൊരു ആപത്ത് വരുന്നുണ്ട്. അച്ഛനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാ. വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞേക്കമ്മേ. നിക്ക് ദേവിട. എന്തു പറ്റി വൈദേഹി? ഒന്ന് നിക്കണം ദേവിട. പിണ്ടം വെച്ചതിന് ശേഷം തർപ്പണത്തോടൊപ്പം വെള്ളത്തിൽ 3 വട്ടം മുങ്ങി എഴുന്നേക്കണ്ടേ തിരുമേനി? എന്തായി പറയണേ? ക്രിയകൾ ചെയ്യുന്ന വ്യക്തി കുളിച്ച് ശുദ്ധി വരുത്തിയേ മതിയാകൂ. പുഴയിലെ വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റാ മതി. എന്നാ വേണ്ട. അതെ മോളെ, നീയെങ്കിലും പറ മോളെ. നീ ഇതിന് സമ്മതിക്കരുത്. ഇവരാരും കാര്യം അറിയാതെ കൂടെ നിൽക്കുന്ന മോളെ. വേണ്ട ദേവേട്ട, വേണ്ട. ദേവേട്ടൻ ആ വെള്ളത്തിൽ ഇറങ്ങുന്നത് ആപത്താ. അവനോട് പുഴയുടെ ഭാഗത്തേക്ക് പോരുതെന്ന് പറ മോളെ. അവനോട് പറ. ചേടാ, ഈ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? തർപ്പണം നടത്തിയിട്ട് വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുമോ? വേണ്ടെന്നും പറഞ്ഞ കേക്ക് ദേവേട്ട. ഇന്നൊരു ദിവസം ദേവേട്ടൻ വെള്ളത്തിൽ ഇറങ്ങിക്കൂടാ. എന്റെ മനസ്സിൽ എന്തൊക്കെയോ ദുസൂചനകൾ ഉണ്ടാവുന്നു. ദേവേട്ടൻ എന്തോ ആപത്ത് വരുന്നുണ്ട്. ദേവേട്ടനെ അപകടപ്പെടുത്തി ആ പഴി എന്റെ കുഞ്ഞിന്റെ തലയിൽ വെക്കാനാ എല്ലാരും ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് കേക്ക് ദേവേട്ട, ദയവേത് കേക്ക്. ആ ശരിയാ ദേവ, വൈദേഹി പറയുന്നത് എല്ലാം ശരിയാ ദേവ. വേണ്ട ദേവ, അങ്ങോട്ട് പോവല്ലേ. നിനക്കെങ്കിലും അത് മനസ്സിലായല്ലോ, അത് തന്നെ വലിയ കാര്യ. എന്റെ വംശം നിലനിർത്താൻ പോകുന്നത് നീയായിരുന്നു എന്ന് എനിക്കറിയാം മോളെ. നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട് മോളെ. നീ എന്തീ പറയുന്ന വൈദേഹി? അതെ അമ്മേ, ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരിക്കും. പക്ഷെ അതാ സത്യം. എന്റെ കുഞ്ഞിന് അപവാദം കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വൈദേഹി പറയുന്നത് ശരിയാണ് കൗസല്യേ. ദയവ് ചെയ്ത് വൈദേഹി പറയുന്ന ഒന്ന് കേൾക്ക്. എന്റെ ഭർത്താവിനെയും എന്റെ കുഞ്ഞിനെയും രക്ഷിക്കണമെങ്കിൽ ദേവേട്ടൻ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. വേണ്ട ദേവേട്ട. ഇക്കാര്യം ഇവളെങ്ങനെയാ അറിഞ്ഞത്? നീ ആരോടെങ്കിലും പറഞ്ഞോ? ഒന്നും മിണ്ടാതിരിക്കമ്മേ. അവൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളല്ലാതെ വേറെ ആരും ഇത് അറിഞ്ഞിട്ടില്ല. തിരുമേനി, എന്റെ ഭർത്താവിന് പകരം മറ്റാർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ? ആൺമക്കൾ ഉള്ളപ്പോ മറ്റൊരാൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണം മോളെ? അമ്മേ, ഞാനിതെങ്ങനെയൊന്ന് പറയാ? എനിക്ക് വേണ്ടി ഇപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല. എനിക്ക് എന്റെ മോന്റെ ജീവൻ രക്ഷിക്കണം. ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വൈദേഹി. നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ മോളെ. അല്ല, ആരെന്ത് ചെയ്യുമെന്നാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഇവിടെയുള്ളവര് തന്നെ എന്തോ അമ്മേ. ദേവേട്ടനെ അപകടപ്പെടുത്തി ആ പഴി എന്റെ കുഞ്ഞിന്റെ തലയിലിടാനാണ് നോക്കുന്നത്. വൈദേഹി, ഇനി പുതുതായിട്ട് എന്ത് പഴിചാരാനാ? അല്ലെങ്കിൽ തന്നെ ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ കൈനോട്ടക്കാരി പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇന്ന് ഈ വീട്ടിലെ ആരുടെയെങ്കിലും ജീവൻ എടുക്കുമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ 2 ജീവനാ അത് വിഴുങ്ങിയത്. ചേച്ചി, ഇത് വേണ്ടെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വായടക്കാൻ ശ്രമിച്ചതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ല. പോയ ജീവൻ തിരിച്ചു കിട്ടുവുമില്ല. ശരിയാണ്. പോയവരെ തിരിച്ചു കൊണ്ടുവരാനോ പറ്റില്ല. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? അല്ല, അവരന്യരൊന്നും അല്ലല്ലോ.
സ്വന്തം അമ്മയും അമ്മാവനുമാണ്. അവരെ നമ്മളിങ്ങനെ അനാഥ പ്രേതത്തെ പോലെ അലയാൻ വിടുന്നത് ശരിയാണോ? അത് ശരിയാണ്. അജയന് ചെയ്യാൻ പറ്റില്ല. ഇനി ദേവനും ചെയ്യണ്ടെങ്കിൽ പിന്നെ മറ്റാരാണത് ചെയ്യുക? പോട്ടെ, അത് ഞാൻ ചെയ്യാന്ന് വെച്ചാ സ്വന്തം മക്കൾ ഇവിടെ ഉള്ളപ്പോ എനിക്കത് ചെയ്യാൻ പറ്റില്ല. വരുണേ, നീ ചെയ്താ മതിടാ, ചെയ്യ്. നീ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടേ എന്റെ വംശം രക്ഷപ്പെടും. പോയി ചെല്ലടാ, ചെയ്യേ. ഞാൻ തർപ്പണം നടത്തണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. വെള്ളത്തിലിറങ്ങി മുങ്ങി എണീക്കുന്നത് മാത്രം വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നടന്ന ദേവേട്ടന് ആപത്തുണ്ടാവും. ആ വെള്ളത്തിലാണ് ദേവേട്ടനെ മുക്കിക്കൊല്ലാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? എന്താ അമ്മേ, ഞാൻ എന്തിനാ പറയുന്നതെന്ന് അമ്മയ്ക്കും മനസ്സിലാവുന്നില്ലേ? എല്ലാരും ഒന്ന് മനസ്സിലാക്ക്, അവള് പറയുന്നത് സത്യമാ. അറിഞ്ഞോണ്ട് അപകടത്തിൽ ചെന്ന് ചാടണോ? വീട്ടിൽ വെച്ച് നടന്നതൊന്നും പോരാഞ്ഞിട്ടാണോ? വേണ്ടെന്നൊന്ന് പറയമ്മേ. ഇന്ദുമ്മയെങ്കിലും ഒന്ന് പറയേ. എന്റെ വൈദേഹി, ഒന്നും സംഭവിക്കില്ല. ദേവേട്ട, വേണ്ടെന്ന് പറഞ്ഞു ഒന്ന് കേക്ക്. ഇനി ഒന്ന് മനസ്സിലാക്ക്. ഇനിയിപ്പോ വെള്ളത്തിലും മുതല വല്ലതും ഉണ്ടോന്നായിരിക്കും വൈദേഹി പേടിക്കുന്നത് ദേവ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുതലയാണോ ഉണ്ടാവുക? മുതലയെ പോലത്തെ മനുഷ്യരാണോ എന്ന് ആർക്കറിയാം? ദേവേട്ട, ഞാൻ ഒരിക്കലും ദേവേട്ടനെ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കില്ല. ദയവേത് ഈ ഒരു വട്ടം ഞാൻ പറയുന്നതൊന്ന് കേക്ക് ദേവേട്ട. തിരുമേനി, തർപ്പണം നടത്തിയതിനു ശേഷം വെള്ളത്തിൽ മുങ്ങിയെ തീരുന്നുണ്ടോ? കരയിൽ നിന്ന് കുളിച്ചാലും മതിയാവില്ലേ? അത് ശരിയാണ് തിരുമേനി. അവൾ ഇത്ര പേടിക്കുമ്പോ അത് വേണ്ട. സൗകര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ തന്നെ നടക്കട്ടെ. ഈ ചടങ്ങ് തടസ്സങ്ങളില്ലാതെ നടക്കണം. വിട്ടുപോയ ആത്മാക്കൾക്ക് ശാന്തി കിട്ടണം. ഈ ചടങ്ങ് കൊണ്ട് എനിക്കൊരു മനഃശാന്തിയും കിട്ടാൻ പോകുന്നില്ല എന്റെ കൗസല്യേ. അതാദ്യം മനസ്സിലാക്ക്. നോക്ക്, ഈ രാക്ഷസരില്ലാതായാൽ മാത്രമേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ച് നടത്തിയിട്ട് കുളിക്കാൻ വേറെ സ്ഥലം നോക്കിക്കോളൂ. വിനയ, നീ ദേവേട്ടന് കുളിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ആയിക്കോട്ടെ ചേച്ചി. എത്ര വലിയ കാര്യം മോളെ നീ ചെയ്തേ. നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് പറഞ്ഞത് വെറും ഒരു സ്വപ്നമാണെന്ന് കരുതാതെ എന്റെ മോനെയും അവന്റെ മോനെയാണ് നീ രക്ഷിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടെന്നും നിന്റെ മോള് പറയുന്നത് കേട്ടാ മതി. എന്ത് ആപത്ത് വന്നാലും അത് മാറിപ്പോയിക്കോളും. പേടിക്കണ്ട മോളെ. മോനെ ദേവാ, നീ മുണ്ടെടുത്തോണ്ട് വാടാ. ശരി. മൂന്ന് പേരും ചേർന്ന് എന്തൊക്കെ ഗൂഢാലോചനകളാണ് നടത്തുന്നത്. ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഒരു പാഠം പഠിപ്പിക്കണം. ഇത് തന്നെയാണോ? അതെ, കാര്യം നടക്കൂ. സംശയിക്കേ വേണ്ട. എങ്ങനെ ഉണ്ടെന്ന് കണ്ടില്ലേ? വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള പ്ലാൻ ലീക്ക് ചെയ്തതുപോലെ ഇതിന് ലീക്ക് ചെയ്യില്ലല്ലോ അല്ലേ? അത് ഞാനല്ല ഊർമിളെ പറഞ്ഞത്. എങ്ങനെ അറിഞ്ഞു എന്ന് ആർക്കറിയാം? ഒരു വിധത്തിൽ അറിഞ്ഞതും നല്ലതിന് തന്നെയാ. വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ദേവനെ അവിടെ തന്നെ സമാധിയാക്കാൻ വിചാരിച്ചതുപോലെ ആൾക്കാരെ കിട്ടിയില്ല. കിട്ടിയതെല്ലാം പാഴ. ആ പ്ലാൻ നമ്മൾ വിട്ടുകളഞ്ഞതും പുതിയൊരു പ്ലാൻ ഉണ്ടാക്കിയതും വൈദേഹി എന്തായാലും അറിഞ്ഞു കാണില്ല. കഷ്ടം. ഭർത്താവിനെ രക്ഷിച്ചതിന്റെ സന്തോഷത്തിലായിരിക്കും അവള്. വരാനിരിക്കുന്ന മറ്റൊരാപത്തിനെ കുറിച്ച് അവൾ അറിഞ്ഞിട്ടില്ല. ശരിയാണമ്മേ. ആ ആപത്ത് ഈ രൂപത്തിലാണ് വരുന്നേന്നുള്ളത് അവള് സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല. എടാ, എന്തൊരു ക്രൂരതയാ നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് ദേവനെ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കാതിരുന്നത് ഇതിനായിരുന്നല്ലേ? ദേവനെ തന്നെ ഇത് കുത്തിവീഴ്ത്തുവെന്ന് എന്താ ഉറപ്പുള്ളത്? അതുറപ്പാ. ഒന്ന് പിഴച്ചാൽ മറ്റാരെങ്കിലും ബലിയാവും. പിഴയ്ക്കാൻ ഒരു വഴിയുമില്ല. എന്താടാ, ഇവർക്ക് രണ്ടുപേർക്കും കാര്യം നടക്കുമെന്ന് ഇപ്പോഴും ഡൗട്ടാ? നടക്കുമല്ലോ അല്ലേ?
ചുവന്ന വസ്ത്രം ആര് ധരിച്ചിരുന്നാലും അവരുടെ ജീവൻ ഇതെടുത്തിരിക്കും. ചുവന്ന നിറം കണ്ടാ പിന്നെ ഇതിന് ഭ്രാന്ത. കേട്ടല്ലോ ഊർമിളെ, ചുമന്ന നിറം എവിടെ കണ്ടാലും ഇതാ വ്യക്തിയെ കുത്തി കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാ. അതിലൊരു സംശയമില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഇപ്പൊ ചുവന്നതെന്തെങ്കിലും ദേവന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കണമല്ലോ. അതിനെന്താ വഴി? ഇത് മതിയാവില്ലേ അമ്മേ? ഓ, ഇത് ധാരാളം മതി. പെട്ടെന്ന് ഒളിപ്പിച്ചോ. അത് കണ്ടാ പിന്നെ നിങ്ങൾ ആദ്യം കൊല്ലും. പക്ഷേ ഇതെങ്ങനെയാ ദേവന്റെ ദേഹത്തിടുന്ന്? അതിനൊക്കെ വഴിയുണ്ട്. നിനക്കറിയോ, ഇത് വല്യച്ഛന്റെ ഷോളാ. മരിക്കുന്ന സമയത്ത് വല്യച്ഛൻ ഇത് തോളിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ദേവന് കൊടുത്ത വല്യച്ഛൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അവനത് ഇട്ടോളും. അതോടെ അവനെ നേരെ വല്യച്ഛന്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്യാം. ദുഷ്ടന്മാരെ, എന്റെ മോനെ കൊല്ലാൻ എല്ലാ വഴികളിലൂടെയും നിങ്ങൾ ശ്രമിക്കുകയാണല്ലേ. എന്റെ മോൻ എന്നോടുള്ള സ്നേഹം അവന്റെ മരണത്തിന് കാരണമാവുമല്ലോ. എന്റെ മഹാദേവ, ഈ ആപത്തിൽ നിന്ന് എങ്ങനെ എന്റെ മോനെ രക്ഷിക്കും? എങ്ങനെയെങ്കിലും അവരെ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അവർക്കൊട്ട് കേൾക്കാനും പാടില്ല. ഇനിയിപ്പോ ഏത് വിധത്തിലാണ് ഞാൻ അവരെ അറിയിക്കുക? ഞാൻ അറിഞ്ഞ ഈ രഹസ്യം അവരെ അറിയിക്കാൻ ശ്രമിച്ചാൽ എന്റെ ശക്തി നശിക്കും. പിന്നെ എനിക്കിവിടെ നിൽക്കാനും പറ്റില്ല. വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന ശാന്തമ്മയ്ക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. അവളെ കൊണ്ട് പറയിക്കാന്ന് വെച്ചാ അവൾക്ക് അർദ്ധരാത്രിയിൽ ചന്ദ്രനുള്ളപ്പോൾ മാത്രമേ സംസാരിക്കാൻ കഴിയൂ. വരദാനം നൽകിയിട്ട് ഞങ്ങളെങ്ങനെ തളച്ചിടുന്ന എന്തിനാണ് ഈശ്വര? ഇപ്പൊ ഞാൻ എന്റെ മോനെ എങ്ങനെ രക്ഷിക്ക? എന്തെങ്കിലും ചെയ്യണം. എന്താ ഇപ്പൊ ചെയ്യുക? എങ്ങനെയെങ്കിലും ഇന്നത്തോടെ ദേവൻ മരിക്കണം. ഇന്നിവിടെ ഒരു മരണം നടന്നാൽ മാത്രമേ ആ പഴി വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തലയിലാവൂ. എന്നാലേ അത് ഈ വീട്ടിലുള്ളവരെ കൊല്ലാനെത്തിയ കാലനാണെന്ന് എല്ലാരും വിശ്വസിക്കും. അങ്ങനെ വരുമ്പോ അടുത്ത തലമുറയുടെ വിത്താണെന്ന് പറഞ്ഞ് തലേക്കേറ്റി വെച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ എല്ലാവരും കൂടി നശിപ്പിക്കണമെന്ന് വൈദേഹിയെ നിർബന്ധിക്കും. ഇനി എന്തിനാ താമസം? അവിടെ പിണ്ടം വെച്ച് കഴിഞ്ഞാൽ ഉടനെ പിണ്ടം വച്ചവനുള്ള പിണ്ടവും തയ്യാറാക്കണം. ഞാൻ ഈ ഷോള് കൊണ്ട് ദേവനെ പുതച്ചതും നീ അത് ശ്രദ്ധിച്ചോണം. ഉടനെ ഇതിനെ അഴിച്ചുവിട്ടേക്ക്. ആയിക്കോട്ടെ, ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നോളാം. ओम ब्रह्मण्यो ब्रह्मकृत ब्रह्मा ब्रह्म ब्रह्म विवर्धनः ब्रह्मविद् ब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मण प्रियः महाक्रमो महाकर्मा महातेजः महोरगः महाक्रतुः महायज्वा महायज्ञो महाहवि. ദേവേട്ടനെ വെള്ളത്തിലിറക്കാതെ രക്ഷപ്പെടുത്തി. ഇനി ആപത്തുണ്ടാവില്ല. ഒരു തടസ്സവും കൂടാതെ ഈ ചടങ്ങുകളൊന്നും നടന്നു കിട്ടിയിരുന്നെങ്കിൽ. തടസ്സങ്ങൾ ഇനിയുമുണ്ട് മോളെ. അവര് നീ വിചാരിക്കുന്നത് പോലെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയല്ല മോളെ ചെയ്യുന്നത്. കാളയുടെ രൂപത്തിലാണ് ഇപ്പൊ അപകടം സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അത് അറിയിക്കാനുള്ള ശക്തിയുമില്ല. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് അത് പറയാനുള്ള ശക്തിയുണ്ട്. പക്ഷെ ഈ സമയം അതിന് പറ്റിയതല്ല. എന്താ ചെയ്യ? എന്റെ മോനെ ഞാൻ എങ്ങനെ രക്ഷിക്കുക? മോളെ മോളെ ശാന്തമ്മേ, നീ അവളുടെ വയറ്റിൽ കുഞ്ഞായിട്ട് കിടക്കുകയല്ലേ? നിന്റെ മോളെയും അവളുടെ ഭർത്താവിനെയും ഇപ്പൊ നീ തന്നെ വേണം രക്ഷിക്കാൻ. എന്തെങ്കിലും ചെയ്ത് അവരെ രക്ഷിക്കുക. വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് അവരോടൊന്ന് പറയും. ओम ब्रह्मण्यो ब्रह्मकृत ब्रह्मा ब्रह्म ब्रह्म विवर्धनः ब्रह्मविद् ब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मण प्रियः महाक्रमो महाकर्मा महातेजः महोरगः महाक्रतुः महायज्वा महायज्ञो महाहवि. स्तव्यः सर्वप्रियस्तोत्रं स्तोतारणप्रियः पूर्णः पूरयिता पुण्यः पुण्यकीर्तनामयः मनोजवस्तीर्थकरो वसुरेता वसुप्रदः. കൗസല്യേ, എന്റെ ജീവൻ എടുത്തവരും നമ്മുടെ വംശനാശം ആഗ്രഹിക്കുന്നവരും നിന്റെ മുമ്പിൽ തന്നെ നിൽക്കുക. എന്നിട്ട് എന്റെ ആത്മശാന്തിക്കാന്നും പറഞ്ഞ് എല്ലാവരും തകർത്ത് അഭിനയിക്കുന്നത് നീ കാണുന്നില്ലേ കൗസല്യേ? മോളെ വൈദേഹി, ആപത്ത് മാറിപ്പോയി എന്ന് പറഞ്ഞ് നീ ആശ്വസിക്കണ്ട മോളെ. ഓരോ ക്ഷണവും
അപകടം പുറകെ ഉണ്ടെന്ന് നീ ഓർത്തോണം മോളെ. നിനക്കിത് മനസ്സിലാവുന്നില്ലേ? എന്റെ മഹാദേവ, പൂർണ്ണചന്ദ്രനുള്ള അർദ്ധരാത്രിയിൽ നീ അവൾക്ക് സംസാരിക്കാനുള്ള വരം കൊടുത്തു. പക്ഷേ പട്ടാപ്പകൽ സംഭവിക്കാൻ പോകുന്ന ഈ അപകടത്തിൽ നിന്ന് എങ്ങനെയാ രക്ഷിക്കുക? ഒരു വഴി കാണിക്കണേ. ഇത് ദേവന്റെ തോളത്തിട്ട അച്ഛൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അത് നിരസിക്കില്ല. ഒറ്റ അടിക്ക് തന്നെ അവനെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് അയക്കാൻ പറ്റും. ചുവന്ന വസ്ത്രം ആര് ധരിച്ചിരുന്നാലും അവരുടെ ജീവൻ ഇതെടുത്തിരിക്കും. ചുവന്ന നിറം കണ്ടാ പിന്നെ ഇതിന് ഭ്രാന്ത. ഇത് അച്ഛൻ അവസാനമായിട്ട് ഇട്ടിരുന്ന ഷാളല്ലേ? അതേ ഊർമിളെ, ഇതെന്റെ മോന്റെ ഷാള് തന്നെയാ. അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതവന്റെ തോളത്തുണ്ടായിരുന്നു. അതെങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത്? അയ്യോ, ഞാൻ എങ്ങനെ? ദാസേട്ടൻ ഇവിടെ എവിടേക്കോ നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നല്. അല്ല, ദാസേട്ടന്റെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടെന്ന് നമ്മളെ അറിയിക്കുന്നതായിരിക്കും. അയ്യോ ദേവ, വേണ്ട മോനെ. ഞാൻ പറയുന്നതൊക്കെ ഇത് ആപത്താ. അത് പുതയ്ക്കല്ലേ മോനെ. നിന്നെ കൊല്ലാൻ വേണ്ടി ഇവരെല്ലാം കൂടി ഒരുക്കിയിരിക്കുന്ന കെണിയാ മോനെ. അതെടുത്തുകളാ, എടുത്തുകളാ. അച്ഛൻ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് ദേവേട്ട. നമ്മളെ അനുഗ്രഹിച്ചതാ. എന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് മോളെ. പക്ഷെ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിൽക്കാൻ ഞാൻ. എന്നെ മനസ്സിലാക്ക്. നിന്നോട് നിന്റെ മോള് പറഞ്ഞതല്ലേ വെള്ളത്തിൽ ആപത്തുണ്ടെന്ന്. അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി ഇനി ആപത്തുണ്ടാവില്ലെന്നാണോ നീ വിചാരിക്കുന്നേ? എന്തൊരു വിഡിത്വ. ഇവര് വേറെന്തെങ്കിലും കെണി ഒപ്പിക്കുന്നു എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല നീ? എങ്ങനെ ഞാൻ നിന്നെ അറിയിക്കുക? അച്ഛൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ? പറ. അജയൻ വീട്ടിലെ മൂത്ത മോനല്ലേ ഇങ്ങോട്ട് വരിക? വേണ്ട അജയ. അജയ, ഇവനോട് ഈ ഷോ എടുത്ത് മാറ്റാൻ പറ മോനെ. അജയ, അജയ. അജയ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഞാനും കൂടി ഉണ്ട് തിരുമേനി. എന്റെ വല്യച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. ഏത് ലോകത്താണെങ്കിലും മനസ്സമാധാനം കിട്ടണം. വായിക്കരിട്ടെങ്കിലും ചെയ്ത പാപം കഴുകിക്കളയാൻ പറ്റും നോക്കട്ടെ. ചെയ്ത പാപം ബലിച്ചോറ് വെച്ചാ തീരുന്നതല്ലടാ. നിന്റെ മരണം കൊണ്ട് മാത്രമേ അത് കഴുകിക്കളയാനാവൂ. നീ പുഴുത്ത് നരകിച്ചേ ചാവൂ വരണേ.
മോനെ ദേവാ എഴുന്നേക്ക്, അവിടുന്ന് എഴുന്നേറ്റ് വേഗം ഓട് മോനെ, എഴുന്നേക്കടാ. ദേവാ ദേവാ പറയുന്നേക്ക്. വൈദേഹി ഒന്ന് തിരിഞ്ഞു നോക്ക്, അപകടം വരുന്നുണ്ട്, ഒന്ന് നോക്ക്. മോളെ ശാന്തമ്മേ, എങ്ങനെയെങ്കിലും നിന്റെ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്ക്. മോനെ ദേവാ എഴുന്നേക്കടാ, എഴുന്നേറ്റ് മാറ്, അപകടം വരുന്നുണ്ടടാ.